മരുമകൻ അമ്മാവന്റെ തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് അമ്പഴംകോട് സ്വദേശി 81 വയസ്സുള്ള സുധാകരൻ. സഹോദരി പുത്രനായ പ്രതി രാജേഷ് പോലീസ് കസ്റ്റഡിയിലാണ്. 45 വയസ്സുള്ള ഇയാൾ പലതരത്തിലുള്ള ലഹരികൾക്ക് അടിമയാണ് എന്ന് നാട്ടുകാർ പറയുന്നു. അമ്പഴംകോടുള്ള ഈ 65 സെന്റ് വസ്തുവും ഈ വീടും പരിസരവും ഒക്കെ വൻ ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഇവിടെയൊക്കെ തോരണം കെട്ടിയിരിക്കുന്നത് കാണാം. ഇന്നലെ ഈ പ്രതിയായ രാജേഷിന്റെ വല്യമ്മയുടെ സഞ്ചയനമായിരുന്നു. ഇന്ന് പുലർച്ചെ ഈ കാണുന്ന കാർപോർച്ചിൽ വെച്ച് ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ പ്രതിയായ രാജേഷ് ബാറ്റുകൊണ്ട് സുധാകരൻ ചേട്ടനെ തല്ലുന്നത്. ഇവിടേക്ക് രക്തത്തിൽ കുളിച്ചു കിടന്ന സുധാകരൻ ചേട്ടന്റെ ഡെഡ് ബോഡി ഇവിടെ വെച്ച് തന്നെ രാജേഷ് കഴുകുന്ന കാഴ്ചയാണ് അനുജനായ രാജീവ് കാണുന്നത്. എന്താ ഈ നടക്കുന്നത് എന്ന് തിരക്കുമ്പോ അദ്ദേഹം മരിച്ചു, നമുക്ക് അകത്തോട്ടെടുത്ത് കിടത്താം വാ എന്ന് അനുജനെ വിളിക്കുകയായിരുന്നു പ്രതി പലതരത്തിലുള്ള ലഹരിക്ക് അടിമയാണ് എന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നു. വീട്ടിന്റെ പരിസരത്ത് തന്നെ ധാരാളം മദ്യക്കുപ്പികൾ കിടക്കുന്നത് കാണാം. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷന്റെ മുമ്പിലുള്ള ഈ കടയാണ് കൊല്ലപ്പെട്ട സുധാകരൻ ചേട്ടന്റെ ജീവനോപാധിയായിരുന്നത്. ഇവിടെ തന്നെയാണ് കുറെ ദിവസങ്ങളെ അദ്ദേഹം കിടന്നിരുന്നത്. കാരണം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രാജേഷ് അടിക്കും അദ്ദേഹത്തെ. കഴിഞ്ഞ ആഴ്ചയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതാണ് കൊല്ലപ്പെട്ട സുധാകരൻ ചേട്ടന്റെ അനുജത്തി വിനോദിനി. ഇവരുടെ സഞ്ചയനമായിരുന്നു. സഞ്ചയന കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇന്നലെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കട സിവിൽ സ്റ്റേഷന്റെ മുമ്പിലാണ്. മുറുക്കാനും നാരങ്ങ വെള്ളവും പഴവും ഒക്കെയാണ് അദ്ദേഹം ഇവിടെ വിൽക്കുന്നത്. ഒപ്പം ഈ രാജേഷിന്റെ കൂടെ ഉണ്ടാകുന്ന അക്രമത്തെ ഭയന്ന് അദ്ദേഹത്തിന്റെ തന്നെ വീടാണ് അവിടെയുള്ള ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്. അവിടേക്ക് അദ്ദേഹം പോകാറില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തെ അറിയുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. ഇവിടെ തന്നെ ഈ കടയിൽ തന്നെ കിടക്കുകയായിരുന്നു പതിവ്. ഈ ഒരു റൂമിൽ ഇവിടെയാണ് പ്രതിയായ രാജേഷ് കിടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തിന്റെ എതിർ ചേരിയിൽപ്പെട്ട ഗുണ്ടകളായ ഏതാനും ആൾക്കാർ ഈ വീട്ടിലേക്ക് ബോംബെറിയുകയും ഗേറ്റിന് പൊളിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. വാഹനത്തേക്ക് അടിച്ച് തകർത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. വളരെ അസ്വസ്ഥമായ ജീവിത സാഹചര്യമാണ് ഇവിടെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇന്നലെ സഞ്ചയന കർമ്മങ്ങൾ നടന്ന സ്ഥലം കാണാം. വിനോദിനി എന്ന് പറയുന്നവരുടെ ഭൗതിക ശരീരം അടക്കിയത് ഇവിടെയാണ്. ഇതിനെ തുടർന്ന് വന്ന ബന്ധുക്കളൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടെ പിരിഞ്ഞുപോയി. ഇന്നലെ മുതലേ അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടതായി നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഈ ബെഡ്ഷീറ്റിലെ രക്തക്കറ പുരണ്ട ബെഡ്ഷീറ്റാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ കുറെ ചവറ്റുകൂനയിൽ ഒരു കുഴിയിലിട്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനെ ഒരു സ്വാഭാവിക മരണമാക്കി മാറ്റാൻ വേണ്ടി തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി കുഴിയിൽ കൊണ്ട് തള്ളിയതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. ഇവിടെ സമീപവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് നമുക്ക് കേൾക്കാം. പേര് സുരേഷനാണ്. ഞാൻ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഇവിടെ ഈ വീട്ടിൽ കയറി കുറച്ച് പയ്യന്മാർ വന്നിട്ട് അക്രമങ്ങൾ നടത്തി. ഈ വീട്ടിലും പരിസരത്ത് കിടന്ന വാഹനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് അത് പോലീസിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു മരണം നടന്ന അദ്ദേഹത്തിൻ്റെ ഈ പയ്യൻ്റെ കുഞ്ഞമ്മയാണ് മരിച്ച് മരണം കഴിഞ്ഞ് അതിൻ്റെ സഞ്ചയന കർമ്മമായിരുന്നു ഇന്നലെ ഇവിടെ സഞ്ചയന കർമ്മം കഴിഞ്ഞ് രാത്രി കാലത്ത് ഒരുപാട് പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. വെളിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് പിന്നെ നാട്ടുകാരൊന്നും ഇങ്ങോട്ട് കയറാറില്ല, നാട്ടുകാരൊന്നും വരാറുമില്ല. ഇവിടെ ചില ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മേലെ ഈ പയ്യനെ പുറത്തിറങ്ങി കഴിഞ്ഞ ആൾക്കാരെയൊക്കെ അസഭ്യം വിളിക്കുക ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആരും തന്നെ ഇങ്ങോട്ട് സഹകരിക്കുക ഇങ്ങോട്ട് വരാറില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി സമയങ്ങളിലും ഇവിടെ ബഹളം നടന്നു. പരിസരവാസികളൊന്നും അത് കണ്ടിട്ട് അത് ശ്രദ്ധിച്ചില്ല. ഇന്ന് രാവിലെയാണ് അറിയുന്നത് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ മാമൻ അമ്മയുടെ സഹോദരൻ മരിച്ചു കിടക്കുന്നതായിട്ട് അറിഞ്ഞത്. മരിച്ചു കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് കയറി നോക്കിയ സമയത്താണ് ഈ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുളിപ്പിച്ചൊക്കെ ഇട്ടേക്കുന്നതായിട്ട് കാണുന്നത്. അതിന് പോലീസിനെ അറിയിച്ച് അടുത്തുള്ളവർ തന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അതിന് ഇൻക്വസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കറിയാവുന്ന സംഭവങ്ങൾ. ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുത്തെ ഒരു ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് രാജേഷ് എന്ന് പറയുന്നത്. അയാൾ മുമ്പ് കേസിലൊക്കെ പ്രതികളാണ്. കൊല്ലപ്പെട്ട ആളിന്റെ 2 സഹോദരിമാരും കൊല്ലപ്പെട്ട ആളും ഇത് തന്നെയാണോ? ഈ വീട്ടിൽ തന്നെയാണോ താമസം? ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അവര് ആരും വിവാഹം കഴിഞ്ഞിട്ടില്ല.
ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ, അവർ മരിച്ചുപോയി. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അനിയനും കൂടെ ഉണ്ട്. ആ അനിയനും 2 മക്കളും, അപ്പോൾ 3 മക്കളുണ്ട് അവർക്ക്. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, ഇടയ്ക്ക് സുഖമില്ലാണ്ട് മരിച്ചു. അനിയൻ്റെ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ അത് ഇവിടെ അല്ലായിരുന്നു, അവർ കുടപ്പനൊക്കെ ഒന്ന് താമസിക്കുന്ന സമയത്താണ് അസുഖം വന്ന് അങ്ങ് മരിച്ചു പോയത്. പിന്നെ അതിനുശേഷം അനിയനും മക്കളും കൂടെ ഇവിടെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്ത്രീകളായിട്ട് ആരും ഈ വീട്ടിലില്ല. അപ്പോൾ പിന്നെ ഈ അമ്മാവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മാവൻ്റെ പേരിലാണ് ഈ സ്വത്തുക്കളെല്ലാം ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ അവകാശികളൊക്കെ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ഇന്നലെ എന്തൊക്കെ തർക്കങ്ങളും സംസാരമൊക്കെ ഉണ്ടായെന്ന് നാട്ടുകാർ അടുത്തുള്ളവർ പറയുന്നുണ്ട്. അവിടെ പ്രമാണമൊക്കെ ചോദിച്ച് വഴക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ സംസാരമുണ്ട്. അപ്പോൾ എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കാര്യങ്ങൾ. അപ്പോൾ ഇയാൾ മൊത്തമായിട്ടുള്ളൊരു പ്രശ്നം ഉള്ളൊരാളാണ് ഈ പയ്യൻ. ഈ കഴിഞ്ഞ കാലത്ത് അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്നൊരു അടിയുടെ പശ്ചാത്തലം എന്തായിരുന്നു? കുറെ ആൾക്കാർ ഇവിടെ വന്ന്. അതെ, ഇദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് പയ്യന്മാര് രാത്രികാലങ്ങളിൽ വരാറുണ്ട്. രാത്രികാലങ്ങളിൽ പകലും എപ്പോഴും കുറെ പയ്യന്മാരുണ്ട്. ഇവിടെ ട്രക്സിന്റെ ബിസിനസ് ഈ പയ്യനുണ്ടെന്നൊക്കെ ആണ് പൊതുവെ പറയുന്നത്. പലപ്പോഴും പോലീസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇവിടെ സ്ഥിരമായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ഈ വന്നുകൊണ്ടിരുന്ന കൂട്ടത്തിലുള്ള പയ്യന്മാരാണ് ഇവനെ ഇപ്പോൾ അടിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഈ ഇവിടെ കിടന്ന വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ച്, ഗേറ്റിലൊക്കെ പടക്കം എറിഞ്ഞ്, ഇവിടെ ഗേറ്റൊക്കെ വെട്ടിക്കീറി, റോഡിൽ കിടന്ന നിരപരാധികളായിട്ടുള്ള ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അവരെ വാഹനങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ച് 8ഓളം പയ്യന്മാർ അവരെ പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആ പയ്യന്മാരെല്ലാം ഈ ചുറ്റുവട്ടത്തുള്ളതും ആൾക്കാരുമാണ്, എന്നാൽ ഇവിടെ വന്നുകൊണ്ടിരുന്നവരുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള എന്തോ തർക്കങ്ങളാണ് അതിൽ ആടിയിലേക്ക് കലാശിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകും. നമുക്കിത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്ത ബുദ്ധിമുട്ട്. ആ ഭാഗത്ത് ആകെ കുടിച്ചു തീർന്നതും കുടിക്കാനുള്ളതുമായിട്ടുള്ള മദ്യക്കുപ്പികൾ, ഇവിടെ ഒരു മാരുതി കാർ ഗ്ലാസ് അടിച്ച് തകർത്ത നിലയിൽ. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച ഒരു അക്രമി സംഘം ഇദ്ദേഹത്തിന്റെ ശത്രുക്കളായിട്ടുള്ളവർ ഇവിടെ ബോംബേറ് നടത്തി വാഹനങ്ങളൊക്കെ അടിച്ച് തകർത്തതാണ്. ഈ ഹോസ് ഉപയോഗിച്ച് നേരത്തെ നമ്മൾ കണ്ട ആ കാർ പോർച്ചിലേക്ക് അമ്മാവന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ടുവന്ന് കഴുകുന്നതായിരുന്നു ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ രാജേഷ് ചെയ്ത കൃത്യം. അത് ഒരുപക്ഷെ ഏതോ രീതിയിൽ ഇങ്ങനൊരു കൊലപാതകമായി പുറം ലോകത്തേക്ക് എത്തിയെന്ന് വേണം കരുതാൻ. ഇവിടെയൊക്കെ ധാരാളം പിറ്റ്ബുള്ള് ഇനത്തിൽപ്പെട്ട നായകളുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നായകളുണ്ട്. വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവൂ ഈ പരിസരത്തിന്റെ ഒരു വന്യത. പല സ്ഥലങ്ങളിലും കൊടുവാള് തൂക്കിയിരിക്കുന്നത് കണ്ടു, ആയുധങ്ങള് പല രീതിയിൽ. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാവും ഇത്തരം തയ്യാറെടുപ്പുകളൊക്കെ ഈ പരിസരത്ത് സൂക്ഷിച്ചിരുന്നത്. ഇവിടെ വന്നവരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ അവരുടെ നേരെ ഫോക്കസ് ചെയ്യുമ്പോൾ അവര് പറയാൻ മടിയാണ്, എല്ലാവർക്കും പേടിയാണ്. അവർ പറയുന്നത്, അവർ വിമർശിക്കുന്നത് നീതിന്യായ സംവിധാനത്തെയാണ്. ഒരുപക്ഷെ നാളെ അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ ജീവനായിരിക്കും ഇയാൾ ഭീഷണിയാവുക. നിരന്തരം ഈ ഭാഗത്ത് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾ രാജേഷ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു എന്ന് വേണം നമുക്ക് ആൾക്കാരുടെ സമീപത്ത് നിന്ന് പറയുന്നവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. അത്രയേറെ ശല്യക്കാരനായിരുന്നു. ഈ ശല്യം മിക്കപ്പോഴും ഉണ്ടാകുന്നത് ഒന്നുകിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതി അനുസരിച്ച് MDMA ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ വിൽക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് പ്രതിയായ രാജേഷ് എന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റൊരു ഗുണ്ടാ സംഘം വന്ന് അടിച്ചു തകർത്ത ഒരു ഓട്ടോറിക്ഷ ഇവിടെയുണ്ട്. ഈ ഭാഗത്തു നിന്ന് കുറച്ചധികം അകലെ അല്ലാതെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ മാരുതി കാറുമുള്ളത്. ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഉടൻ എത്തുമെന്ന് അറിയുന്നു. ഈ കാണുന്ന സ്ഥലവും ഈ കാണുന്ന ഏകദേശം 65 സെന്റ് വസ്തു ഉൾപ്പെടുന്ന സ്ഥലവും വീടുമൊക്കെ പരിസരവാസികൾ ഏതെങ്കിലും രീതിയിൽ വന്നു പോകുന്ന ഒരിടമല്ല. വളരെ റെയറായിട്ട് ഇതുപോലെ സഞ്ചനമോ മറ്റോ ഉള്ളപ്പോൾ മാത്രമാണ് ആരെങ്കിലും ഇങ്ങോട്ട് വരാറ്. ഇവിടെ എന്ത് നടന്നാലും പുറം ലോകം അറിയില്ല. ആ ഒരു ഉറപ്പും ഒരുപക്ഷെ പ്രതിയായ ഈ രാജേഷിന് ഉണ്ടായിരുന്നിരിക്കണം എന്ന് വേണം കരുതാൻ. പുറത്ത് നമുക്ക്
അദ്ദേഹത്തിന്റെ അനുജനുണ്ട്. ആ അനുജനും അവരുടെ 3 കുട്ടികളും എങ്ങനെ ഈ വീട്ടിൽ മനസമാധാനമായിട്ട് ഇത്ര നാൾ കഴിഞ്ഞു എന്നത് ഓർക്കാൻ കൂടി വയ്യാത്തൊരു കാര്യമാണ്. പോലീസ് ഇവിടെ വന്നു, പരിശോധനകളൊക്കെ നടത്തി. അതിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആ കാറ് കാണാം. മൂടിയിട്ടിരിക്കുന്ന കാറും തകർന്ന നിലയിലാണ്, ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച നിലയിലാണ്. ഈ രാജേഷിന്റെയും അദ്ദേഹത്തിന്റെ അനുജൻ രാജീവിന്റെയും അച്ഛൻ, അദ്ദേഹത്തിന്റെയും ഒരു ദുർമരണമായിരുന്നു. തൂങ്ങി മരിക്കുകയോ മറ്റോ ചെയ്തതാണ്. അതിനുശേഷം കുട്ടികളായിരുന്ന രാജേഷിനെയും രാജീവിനെയും 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നു. കണ്ടോ, ഒരു കൊടുവാള് തൂക്കിയിട്ടിരിക്കുന്നത് ഇവിടെ. പുറത്തിറങ്ങിയാൽ പെട്ടെന്ന് അത് എടുക്കാൻ തരത്തിന് ആ കൊടുവാൾ അവിടെയുണ്ട്. നമ്മൾ പറഞ്ഞു വന്നതിന്റെ തുടർച്ച, രാജേഷിനെയും രാജീവിനെയും പഠിപ്പിച്ചതും വലുതാക്കിയതും ഒക്കെ ഈ അമ്മാവൻ തന്നെയായിരുന്നു. മരണപ്പെട്ടെന്ന് അങ്ങനെ ഒരു നേരത്തെയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാവിലെ പുള്ളിക്കാരൻ്റെ ഈ രാജേഷിൻ്റെ അനിയൻ തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞ്. അങ്ങനെ അനിയൻ തന്നെയാണ് പോലീസിനെ വിളിച്ചതും പോലീസ് വന്നപ്പോഴാണ് നമ്മൾ കൂടെ വന്നതും കാണുന്നതൊക്കെ. അനിയൻ ഈ വീട്ടിൽ കൂടെ ഉള്ളതാണ്. അനിയനും 3 കൊച്ചു പിള്ളേരും ഉണ്ട്. അവരെല്ലാം ഇവിടെ തന്നെയായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ അനിയനും 3 കുട്ടികളുണ്ട്. പിന്നെ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഈ മരണപ്പെട്ട ആൾ ഇവിടെ ഉണ്ട്, രാജേഷ്. അനുജൻ കുടപ്പനക്കുന്നിലെ തന്നെ ഓട്ടോ ഡ്രൈവർ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓട്ടോയാണ് ഒരു സംഘം ആൾക്കാർ അടിച്ചു പൊട്ടിച്ചത്. പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് ഫോറൻസിക് സംഘം എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പരിശോധനകൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് ഡെഡ് ബോഡി ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത. ഈ സംഘത്തിൻ്റെ ഒപ്പമുണ്ടായിരിക്കുന്ന ആൾക്കാരിൽ ഏതാനും പേരോട് നമ്മൾ തിരക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, കൊലപാതകം നടന്നിട്ട് പ്രതി ആരും അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അത് സ്വാഭാവിക മരണമായിരുന്നു, അല്ലെങ്കിൽ തലയടിച്ച് തനിയെ വീണതാണ്, സ്ട്രോക്ക് വന്നോ അല്ലെങ്കിൽ അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വന്നോ മലർന്നു വീണ് തലയടിച്ചു എന്ന് പറയാൻ കഴിയും. അതേപോലുള്ള സാധ്യതകൾ ധാരാളം ക്രിമിനൽ കുറ്റങ്ങൾക്ക് മറയായി പിന്നാലെ വരുന്നുണ്ടോ എന്ന്, ഈ സമൂഹത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ചില പൊതുപ്രവർത്തകർ അവിടെ നിന്ന് പറഞ്ഞത്. ഇത് രാവിലെ പുലരുമ്പോൾ കാണുന്ന കാഴ്ച, പ്രതി ഈ സുധാകരൻ ചേട്ടന്റെ ഡെഡ് ബോഡിയെ കാർപോർച്ചിലിട്ട് കഴുകുന്നതാണ്. ഈ അടി നടന്നത് അല്ലെങ്കിൽ ബഹളം വെച്ചത്, ഇതിനൊക്കെ സമയം അത് ഏത് ടൈമിലായിരുന്നു, ഇന്നലെ രാത്രിയായിരുന്നു അതെ ഇന്ന് പുലർച്ചയോടെ ആയിരുന്നു എന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു വ്യക്തതയില്ല. ഇതൊക്കെ അറിയുന്ന ആ വീട്ടുകാരെയോ പ്രതിയെ തന്നെയോ പോലീസ് ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പുലർച്ചെ ഈ പ്രതിക്ക് എങ്ങനെയാണ് ഇത് കഴുകി വൃത്തിയാക്കാനുള്ള ഒരു ടൈമിംഗ് കിട്ടുന്നത്? രാത്രിയാണെങ്കിൽ രാത്രി തന്നെ അത് ചെയ്യാമല്ലോ. രാത്രി അത് ചെയ്യുകയും ആ രക്തം പുരണ്ട വസ്ത്രങ്ങളെ ആ കുഴിയിലിട്ട് കത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിന്റെ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിച്ച നിലയിൽ ഒരുപക്ഷെ ആയിരുന്നേനെ ഇന്നറിയുന്നത്. ഈ പാവ മനുഷ്യൻ സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതും നിലനിർത്തിയതുമായിട്ടുള്ള വസ്തുവകകളെ ചൊല്ലിയായിരുന്നല്ലോ ഈ തർക്കം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മനുഷ്യന്റെ സത്യസന്ധത കൊണ്ടാവണം ഒരുപക്ഷെ ഈ ഒരു വലിയ കുറ്റകൃത്യം പുറം ലോകം അറിഞ്ഞതും പ്രതി ഇപ്പോൾ പിടിയിലായതും. ഇവിടെയൊക്കെ ധാരാളം കസേരകൾ ഇട്ടിട്ടുണ്ട്. ഈ പറമ്പിൽ സുഹൃത്തുക്കൾ എപ്പോഴും വരാറുണ്ടായിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ആ സുഹൃത്തുക്കൾ വന്നു പോകുന്നതിന്റെ ഒരുപക്ഷെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുക, ഇതൊക്കെ അവിടെ നടന്നിരുന്നു എന്നും നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്.